ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അപ്പൻ തരാത്ത, അമ്മ തരാത്ത, ലോകത്തിലെ ഒരു മനുഷ്യനും തരാത്ത സ്നേഹം ദൈവം നമുക്ക് നൽകുന്നു. സ്നേഹത്തിൻ്റെ പോരായ്മ ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. പല കുടുംബങ്ങളിലും സ്നേഹത്തിനു വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. മക്കളുടെ സ്നേഹം കിട്ടാതെ പോയ മാതാപിതാക്കളും അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ വീർപ്പ് മുട്ടിക്കഴിയുന്ന മക്കളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. എന്നാൽ ദൈവം പറയുന്നു, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം നിർവ്യാജമായ സ്നേഹമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് ബൈബിളിലെ ഏറ്റവും സുന്ദരമായ ഒരു വചനമാണ്. നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷിപ്പിക്കുന്നതാണെങ്കിലും ആ സ്നേഹിക്കുന്ന ദൈവം നാം എപ്രകാരം ജീവിക്കുന്നു എന്നറിയുവാൻ, നാം പണിയുന്ന പണികൾ എങ്ങനെയുള്ളത് എന്ന് കാണുവാൻ എപ്പോഴും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആമോസിൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവം സ്നേഹിച്ച തൻ്റെ ജനമായ ഇസ്രായേലിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും. ഓരോ പണിക്കാർക്കും അവരുടേതായ പണി ആയുധങ്ങളുണ്ട്. മരപ്പണിക്കാർക്ക് അവരുടെ ആയുധങ്ങൾ, തട്ടാന്മാർക്കും കൊല്ലന്മാർക്കും സമൂഹത്തിൽ ഏതൊക്കെ തുറകളിൽ പണിയുന്നവരുണ്ടോ അവർക്കെല്ലാം അവരുടേതായ പണിയായുധങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പണിയായുധമാണ് തൂക്കുകട്ട എന്ന് പറയുന്നത്. ഒരു ചരടിൻ്റെ അറ്റത്ത് ഒരു ഭാരം കെട്ടിത്തൂക്കിയിരിക്കുന്ന ഒരു ഉപകരണമാണ് തൂക്കുകട്ട. കൽപ്പണി ചെയ്യുന്നവർ തങ്ങൾ പണിയുന്ന കെട്ടിടങ്ങൾ, അത് മതിലാകാം, മറ്റ് കെട്ടുപണികളാകാം, അത് നേരെയാണോ ചെരിവില്ലാതെയാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി തങ്ങൾ പണിയുന്നത് കൃത്യമായി ആയിരിക്കണം എന്നുള്ള ബോധ്യത്തിൽ തൂക്കുകട്ട ഉപയോഗിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത്. ആ മതിൽ പണിതുയർത്തുമ്പോൾ പണിക്കാരൻ തൂക്കുകെട്ട് പിടിച്ച് ആ പണിയെ വിലയിരുത്താറുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം ചാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കി തൂക്കുകെട്ട ഉപയോഗിച്ച് ആ പണി പൂർത്തിയാക്കാറുണ്ട്. ആമോസിനുണ്ടായ ദർശനത്തിൽ ദൈവം ഇസ്രായേലിനെ ഒരു മതിലിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവം ഇസ്രായേലിനെ പണിയുന്ന ദൈവമാണ്. ആ പണിയിൽ നാം കാണുന്നത് ദൈവം പിടിച്ചിരിക്കുന്ന ഒരു തൂക്കുകെട്ട. ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നാം എല്ലാവരും പണിയപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തേണ്ടതും നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കേണ്ടതും ദൈവത്തിൻ്റെ വചനം ആകുന്ന തൂക്കുകെട്ട കൊണ്ടാണ്. ദൈവവചനമാകുന്ന തൂക്കുകെട്ട ഉപയോഗിച്ച് നാം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിയാൽ നമ്മുടെ പണികൾ ശരിയോ തെറ്റോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങൾ നിങ്ങളെ ന്യായം വിധിക്കുന്ന വചനങ്ങൾ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പണികൾ, നാം ചെയ്യുന്ന പ്രവൃത്തികൾ അത് ദൈവവചനപ്രകാരം തന്നെ ആയിരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നാം എങ്ങനെ പണിയുന്നു എന്നുള്ളത് ഓരോരുത്തൻ ശ്രദ്ധിച്ചു കൊള്ളണം. നമ്മുടെ പണി നിലനിൽക്കുന്നതായിരിക്കണം, വചനപ്രകാരമായിരിക്കണം. എന്തെങ്കിലും ചെയ്യുവാൻ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒത്തിരി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലും അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ ചെറുതാകാം വലുതാകാം,
എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരം ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ദൈവത്തിനുണ്ട്. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ദൈവം നമ്മെ ദൈവവചനമാകുന്ന തൂക്കുകെട്ട ഉപയോഗിച്ച് പണിയുന്നു എന്നുള്ളതും കൂടെ നാം മനസ്സിലാക്കുന്നത് വളരെ നന്നാണ്. അതുകൊണ്ട് ദൈവം നമ്മെ പണിയുവാൻ നാം മനസ്സോടെ സമ്മതിച്ചു കൊടുക്കണം. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നാം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മെ നേരെയാക്കുവാൻ ദൈവം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നാം വിധേയപ്പെട്ടു കൊടുക്കണം. നാം ദൈവത്തിന് കീഴടങ്ങി കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ പണികൾ ദൈവവചനത്തിനൊത്തവണ്ണമല്ലെങ്കിൽ ചില അഴിച്ചുപണികൾ ദൈവത്തിന് ചെയ്യേണ്ടി വരും. ഈ 2026 വചനപ്രകാരം ജീവിതം പണിതുയർത്തുന്ന വ്യക്തികളായിട്ട് നമ്മെ പരിശുദ്ധാത്മാവ് തീർക്കട്ടെ. വചനത്താൽ നമ്മുടെ ജീവിതം വിലയിരുത്തപ്പെടുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ പണികളെല്ലാം ശോധന ചെയ്യുന്ന ദിവസങ്ങൾ വരുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ പരിശോധിച്ചാൽ നമുക്ക് പൊന്നുപോലെ പുറത്തു വരുവാൻ കഴിയും എന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നൽകട്ടെ. സ്വർഗപിതാവേ, അവിടുത്തെ വചനം ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങൾ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വചനാനുസരണം മാത്രമായിരിക്കാൻ അവിടുന്ന് കൃപ നൽകണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.